إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനും സർവ്വലോക രക്ഷിതാവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ആമുഖമായി നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതുപ്രകാരം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടായിരത്തി 2025 എന്ന വർഷം അവസാനിച്ച്
2026 എന്ന പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് ഏകദേശം 9ഓളം ദിവസങ്ങൾ അവസാനിക്കാനിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു പുതിയ വർഷത്തിലൂടെ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത ആളുകൾ ഉണ്ടാകാം. ജീവിതത്തിൽ ഇന്നാലിന്ന മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം, സാമ്പത്തികപരമായി ഒരല്പം പുരോഗതിയിലേക്ക് കടന്നു ചെല്ലണം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത പലതരത്തിലുള്ള ആളുകൾ. ഇവിടെ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാറി മാറി വരുന്ന വർഷങ്ങളും മാറി മാറി വരുന്ന ദിവസങ്ങളും മാസങ്ങളുമെല്ലാം സമയങ്ങളുമെല്ലാം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റബ്ബിങ്കലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ അടുപ്പം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓരോ ദിവസങ്ങളും സമയങ്ങളും മാസങ്ങളും മിനിറ്റുകളും സെക്കൻഡുകളും നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തീരുമാനിച്ച നിശ്ചയിച്ച അവധിയിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന കൃത്യമായ ബോധം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെല്ലാം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങളുടെ സകലമാന സന്തോഷങ്ങളെയും കെടുത്തിക്കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അയ്യുൽ മുഅ്മിനീന അക്കിയസ്, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ ആരാണെന്ന്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന് മറുപടി കൊടുക്കുന്നത്, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പ്രകാശവർഷങ്ങൾ അകലെയുള്ള നക്ഷത്രങ്ങളിലേക്കും ഉപഗ്രഹങ്ങളിലേക്കും ഗ്രഹങ്ങളിലേക്കും തപോഗർത്തങ്ങളിലേക്കും പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ലോകത്തുള്ള നിയമങ്ങളെല്ലാം മനസ്സിലാക്കി നിയമം സംസാരിക്കുന്ന നിയമോപദേഷ്ടാവിനെ സംബന്ധിച്ചല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്. ലോകത്തുള്ള വിജ്ഞാനങ്ങളെല്ലാം കരസ്ഥമാക്കി വിജ്ഞാനദാഹികളായിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നവനെ സംബന്ധിച്ചല്ല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദ്ധിമാൻ എന്ന് പറഞ്ഞത്. മറിച്ച് അയ്യുൽ മുഅ്മിനീന അക്കിയസ്, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യരാരാണെന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നത്, അക്സറുഹും ലിൽ മൗതി ദിക്റാം വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. ഉറപ്പായിട്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഭവിക്കാനിരിക്കുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് ഓർക്കുകയും മരണാനന്തര ജീവിതത്തെ ഭാസുരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ട് ദുനിയാവിനെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഏറ്റവും നല്ല ബുദ്ധിമാനായ മനുഷ്യനെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ഞാനും നിങ്ങളും ദുനിയാവിൽ വെച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ടും നൽകുക അത് ഖിയാമത്തിന്റെ നാളിൽ മാത്രമാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ പഠിപ്പിച്ചു തരികയാണ്, ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ഏറ്റവും നല്ല അദാബിൻ, ഏറ്റവും മോശപ്പെട്ട അദാബിന്റെ കേന്ദ്രമായിട്ടുള്ള നരകത്തിൽ നിന്ന് മോചനം നേടുകയും വ ഉദ്ഖിലൽ ജന്ന, സുഗാഡംബരങ്ങളുടെ പറുദീസയായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നവരാരാണോ ഫഖദ് ഫാസ്, അവരാണ് വിജയികളെന്നും വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നതായി കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, എവിടെയായിരുന്നാലും മരണം നമ്മളെ പിടികൂടുമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, അതിൽ നിന്ന് നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല, അത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. റബ്ബ് നിശ്ചയിച്ച അവധി വന്നെത്തിക്കഴിഞ്ഞാൽ അതിനേൽപ്പിക്കപ്പെട്ട മലക്ക് നമ്മുടെ റൂഹിനെ പിടിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ആ ഒരു മരണത്തിന്റെ സമയം എന്നെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പിന്തിപ്പിക്കലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ,
ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അല്ലാഹുവിന് മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ. വയഅലമു മാ ഫിൽ അർഹാം വയുനസ്സിലുൽ ഗൈബ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാം വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. അടുത്ത ഒരു നിമിഷം ദുനിയാവിൽ എന്താ സംഭവിക്കാന്ന് നമ്മളെ കൊണ്ട് കാണാൻ കഴിയുന്ന കാര്യമെല്ലാം, നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെല്ലാം അടുത്ത ഒരു സെക്കൻഡിലും അടുത്ത ഒരു മിനിറ്റിലും അടുത്ത ഒരു മണിക്കൂറിലും ലോകത്ത് എന്തെല്ലാം തരത്തിലുള്ള സംഭവ വികാസങ്ങൾ സംഭവിക്കുമെന്നും ഒരിക്കലും നമ്മളെ കൊണ്ട് കണക്ക് കൂട്ടാൻ കഴിയുകയില്ല. മനുഷ്യൻ എത്രത്തോളം ദുർബലരാണ് എന്നും പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. ജീവിക്കുന്ന കാലം അത്രയും, അത് 10 വർഷമായാലും 20 വർഷമായാലും 30, 40, 50, 60, 70 അതിലുമുപരിയുമായിട്ടുള്ള വർഷങ്ങളായിക്കൊണ്ടും ദുനിയാവിലൂടെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന ഓരോ സമയങ്ങളും ജീവിക്കുന്ന ഓരോ മിനിറ്റുകളും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല സജ്ജമാക്കിയിട്ടുള്ള സുഗാഡംബരങ്ങളുടെ പറുദീസയായിട്ടുള്ള സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാകണം. പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ഇദാ കുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത മുവദ്ദിഇൻ. ഒരു നമസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണ്, ഇത് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇനി നിസ്കാരമില്ല, ഈ ജുമുഅ അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ജുമുഅക്ക് ശേഷം എന്റെ ജീവിതത്തിലേക്ക് ഒരു ജുമുഅ വരാനില്ല, അതിനു മുമ്പ് ഞാൻ എന്റെ റബ്ബിങ്കലേക്ക് മടങ്ങുമെന്നുള്ള ആ ഒരു ബോധത്തോടുകൂടെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും, നമ്മുടെ നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാകും, നമ്മുടെ നിസ്കാരത്തിൽ തഖ്വ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെ കൊണ്ട് കഴിയണം. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഹയാത്തിക ഖബ്ല മൗതിക്. പ്രവാചകൻ പഠിപ്പിക്കുന്നത് നമ്മുടെ മരണത്തിന് മുൻപുള്ള നമ്മുടെ ജീവിതത്തെയാണ്. വസിഹത്തിക ഖബ്ല സഖമിക്. ഒരു രോഗിയാവുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള ഒരു അവസ്ഥയാണ്. വഫറാഗിക ഖബ്ല ശുഗ്ലിക്. നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾക്ക് മുമ്പുള്ള നമ്മുടെ ഒഴിവ് സമയങ്ങളാണ്. വശബാബിക ഖബ്ല ഹറമിക്. വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള യുവത്വത്തെയാണ്. വഗിനാക ഖബ്ല ഫഖരിക്. ദാരിദ്ര്യം കടന്നു വരുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതത്തിന്റെ ധന്യതയെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെ കൊണ്ട് കാണാൻ കഴിയുന്നതാണ്. ഒരു ജീവിതം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിതം അതെന്റെ റസൂല് പഠിപ്പിച്ചതാണോ, എന്റെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ? ഞാനങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് എനിക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണോ? അള്ളാഹുവിന്റെ വിചാരണയുടെ സമയത്ത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ലഭിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണോ ദുനിയാവിൽ വെച്ച് ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് ആത്മവിചാരണ നടത്തുവാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എൻ്റെ നിസ്കാരങ്ങളാകട്ടെ, എൻ്റെ നോമ്പുകളാകട്ടെ, എൻ്റെ ക്രയവിക്രയങ്ങളാകട്ടെ, എൻ്റെ ദുനിയാവിലെ എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ, എൻ്റെ ജീവിതമായി കൊള്ളട്ടെ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അതെന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണോ, എൻ്റെ റബ്ബിന് തൃപ്തിയുള്ളതാണോ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അള്ളാഹു സുബ്ഹാനഹു വ തആല കച്ചവടം ഹലാലാക്കിയതാം, വഹറമ റിബ എന്നാൽ പലിശ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാം. ആ ഒരു പലിശ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ പോലും സാർവത്രികമായി കൊണ്ടിരിക്കുന്നു എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഈ ഒരു വർഷത്തിലേക്ക് നമ്മൾ പുതിയൊരു വർഷത്തിലൂടെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരിടപാടിലും ഞാനില്ല എന്ന് ഉറപ്പാക്കുവാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീടകങ്ങളിലെല്ലാം നമ്മുടെ ഉമ്മയും ബാപ്പയും അവരുടെ തൃപ്തി നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ആത്മവിചാരണ അല്ലെങ്കിൽ ആ ഒരു ചിന്ത കൃത്യമായി കൊണ്ടുവരാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് കഴിയണം. നമ്മുടെ മക്കളായിട്ടുള്ള ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം അധാർമികപരമായ പ്രവർത്തനങ്ങൾ ധാരാളമായി സംക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ബഹുദൈവ വിശ്വാസങ്ങളും സിദ്ധത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഒട്ടനേകം തരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ നാനാഭാഗത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ മകൾ ഇസ്ലാമികപരമായ മൂല്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന, ഇസ്ലാമികപരമായ ഷിആറുകളെല്ലാം ഉൾക്കൊള്ളുന്ന, ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന, ഇസ്ലാമിക രൂപത്തിൽ നടക്കുന്ന ഏറ്റവും നല്ല മക്കളാണോ എന്ന് ഉറപ്പിക്കുവാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. മതപരമായിട്ടുള്ള മൂല്യങ്ങൾ, ധാർമ്മികപരമായിട്ടുള്ള മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാൻ, അതിനുള്ള അവസരങ്ങൾ നൽകുവാൻ
പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി മതവിദ്യാഭ്യാസത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമികപരമായ മൂല്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും നല്ല ധാർമ്മിക ബോധമുള്ള വിദ്യാർത്ഥിത്വത്തെ വളർത്തിയെടുക്കുവാനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെ കൊണ്ട് കഴിയേണ്ടത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ യോജിപ്പിക്കുവാനും കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാനും പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെ കൊണ്ട് കഴിയണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഇടർച്ചകൾ വരുന്ന, വിള്ളലുകൾ വരുന്ന, തകർച്ചകൾ വരുന്ന കുടുംബ ബന്ധങ്ങളുള്ള കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബക്കാരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട്, നമ്മുടെ അഖിലകാരെയെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും നല്ല കുടുംബ ജീവിതം നയിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഒരു മുസ്ലിമായി കൊണ്ട് മാറുവാനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് കഴിയേണ്ടത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, സുഗാഡംബരങ്ങളുടെ പറുദീസയായ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള 4 കാര്യങ്ങളെ പ്രവാചകൻ എണ്ണി പറയുകയാണ്. അഫ്ശുസ്സലാം വഅത്ഇമു ത്വആം വസുലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. അഫ്ശുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. വഅത്ഇമു ത്വആം, നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. വസുലുൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധം മുറുകെ പിടിക്കണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന രാത്രികാലങ്ങൾ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആരാധന കർമ്മങ്ങളിൽ നിങ്ങൾ ജീവിപ്പിക്കുകയാണെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാമിൻ, സുഗാഡംബരങ്ങളുടെ പറുദീസയായ സ്വർഗത്തിലേക്ക് നിങ്ങൾ സമാധാനത്തോടുകൂടെ പ്രവേശിച്ചു കൊള്ളുക എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരാശിക്ക് മുമ്പിൽ പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്ന, ഇത്തരത്തിലുള്ള ഗുണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും നല്ല കുടുംബ ബന്ധം സ്ഥാപിക്കുന്ന, ഏറ്റവും നല്ല രൂപത്തിലുള്ള, ഏറ്റവും നല്ല ഒരു മാതൃകായോഗ്യനായ മനുഷ്യനായി കൊണ്ട് മാറുവാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാർക്കും, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾക്കും, നമ്മുടെ സഹോദരന്മാർക്കുമെല്ലാം എല്ലാ വിഷയങ്ങളിലും മാതൃകയാകുന്ന ഏറ്റവും നല്ല ഒരു മനുഷ്യരായി കൊണ്ട് മാറുവാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. പള്ളി മിനാരങ്ങളിൽ നിന്ന് സുബഹിന്റെ നേരത്ത് അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന ബാങ്കുലികൾ കേൾക്കുന്ന സന്ദർഭത്തിൽ പുതച്ചു മൂടിക്കൊണ്ട് കിടക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മുടെ മക്കൾ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവരെ ഉപദ്രവിക്കുവാനോ അവരെ ശകാരിക്കുവാനോ നമുക്ക് യാതൊരു തരത്തിലുള്ള അർഹതയുമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് നിസ്കാരം പറഞ്ഞു കൊടുക്കാനും അവരെയും കൂട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് കടന്നു വരാനും പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ, നമ്മൾ തഹജ്ജുദിന് എണീക്കുന്ന സന്ദർഭങ്ങളിൽ, ജീവിതത്തിന്റെ ഓരോ വേളകളിലും നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നടത്തുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരന്മാരെയും നമ്മുടെ വീട്ടിലുള്ളവരെയും അതിന്റെ കൂടെ ചേർക്കുവാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അയൽപക്ക ബന്ധങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ജാറഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫല്യുക്രിം ജാറഹു, അവന്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ എന്നാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ കൃത്യമായി കൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട് ഇത്തിബാ ചെയ്തുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വളരെ കൃത്യമായി പകർത്തിക്കൊണ്ട് ഏറ്റവും നല്ല മൂല്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വസ്ഥനും സർവ്വലോക രക്ഷിതാവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് വലിയ മാതൃകയാണ്. ജീവിതത്തിൻ്റെ ഓരോ ഏടുകൾ അവസാനിക്കുമ്പോഴും ആ ദിവസം അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ മുഴുവനും ആത്മവിചാരണ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമുക്ക് വലിയ മാതൃകയാണ്. കാരണം വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ വിലാപങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല തുറന്നു കാട്ടുകയാണ്. 3 സന്ദർഭങ്ങളിൽ ഒന്ന്, അള്ളാഹുവിന്റെ മലായികത്തുകൾ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്ന ഒരു സന്ദർഭമാണ്. ആ സമയത്ത് അവർ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗതു ഖാല റബ്ബിർജിഉൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസുൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് മരണം ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ദുനിയാവിലെ അധാർമികപരമായ പ്രവർത്തനങ്ങളാലും അന്ധവിശ്വാസങ്ങളാലും അനാചാരങ്ങളാലും മോശപ്പെട്ട പ്രവർത്തനങ്ങളാലും മലീമസമാക്കിയ ഒരു മനുഷ്യന്റെ റൂഹ് ഇങ്ങനെ പിടിക്കാൻ വരുന്ന സമയത്ത് ആ മനുഷ്യൻ പറയുമെന്നുള്ളതാണ്, റബ്ബിർജിഉൻ, റബ്ബേ എന്നൊന്ന് മടക്കി തരണം. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഉപേക്ഷ വരുത്തിയ ഒരുപാട് സൽക്കർമ്മങ്ങളായിട്ടുള്ള കാര്യമുണ്ട്, ചെയ്തു കൊള്ളാം റബ്ബേ, മടക്കത്തിനൊരു അവസരം നൽകണമെന്ന് പറയും. പ്രപഞ്ചലോക രക്ഷിതാവായ റബ്ബിന്റെ മറുപടി, കല്ലാം, ഇല്ല, അതൊരിക്കലും ഉണ്ടാവുകയില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വർത്തമാനം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വിഭാഗക്കാരുടെ ഒരു അഭ്യർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നിരസിച്ചു കളയുകയാണ്. രണ്ടാമത്തെ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്, ഖിയാമത്തൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിഭാഗക്കാരെല്ലാം കയറി വരുന്നൊരു സന്ദർഭമുണ്ട്. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും തിഹാമ പർവ്വതം കണക്കെയുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് ഇങ്ങനെ കയറി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ വിഭാഗം ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്തു സജദയിലൂടെ, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. ഒരു വിഭാഗം ആളുകൾ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കും, പേടിച്ചുകൊണ്ട്. ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ റബ്ബിന്റെ മുമ്പിൽ അവരിങ്ങനെ തലകുനിച്ച് നിൽക്കുന്ന ഒരു വിഭാഗക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ വിഭാഗം ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സ്വർന, ഞങ്ങളൊക്കെ കണ്ടു, ഞങ്ങളെല്ലാം കണ്ടു, ഞങ്ങൾക്ക് ബോധ്യമായി, വസമിഅന, ഞങ്ങളെല്ലാം കേട്ടു, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം പറഞ്ഞു തന്ന മരണാനന്തര ജീവിതമുള്ള, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമായി. ഫർജിഅന, അതുകൊണ്ട് ഞങ്ങളൊന്നും മടക്കിത്തരണം. അള്ളാന്റെ മുമ്പിൽ, അള്ളാന്റെ വിചാരണയുടെ വേളയിൽ റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഈ വിഭാഗം ആളുകൾ പറയുകയാണ്, ഫർജിഅന, റബ്ബേ ഞങ്ങളൊന്നും മടക്കിത്തരണം. നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ പ്രവർത്തിക്കാതെ ഉപേക്ഷ വരുത്തിയ ഒരുപാട് പ്രവർത്തനങ്ങൾ, അതൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം, ഞങ്ങൾ നല്ലവരായിട്ട് മാറിക്കൊള്ളാം. എന്നാൽ ആ വിഭാഗം ആളുകളുടെയും ആ ഒരു അഭ്യർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നിരസിച്ചു കളയുകയാണ്. അങ്ങനെ മോശപ്പെട്ട രൂപത്തിലും കത്തിജ്വലിക്കുന്ന ഭയാനകതകൾ നിറഞ്ഞ അദാബിന്റെ കേന്ദ്രമായ നരകത്തിലേക്ക് ഈ വിഭാഗക്കാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിയിടുന്ന ഒരു സന്ദർഭം. ആ നരകത്തിലും മനുഷ്യരെയും അതുപോലെ തന്നെ പാറക്കല്ലുകളെല്ലാം കത്തിക്കുന്ന നരകത്തിന്റെ അഗ്നിയിൽ വെന്ത് മരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യർ അവിടെ നിന്ന് പറയുകയാണ്, വഹും യസ്തരിഖൂന ഫീഹാ, അവരതിലിങ്ങനെ അലമുറയിട്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ്. വെപ്രാളം കാട്ടിക്കൊണ്ടും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും അലമുറയിടുന്ന ഒരു വിഭാഗം ആളുകൾ. ആ വിഭാഗം ആളുകൾ പറയും, അല്ലാഹുവേ ഞങ്ങളൊന്ന് പുറത്തെത്തിച്ചു തരണം. റബ്ബന അഖ്രിജ്ന നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങളൊന്ന് പുറത്തെത്തിച്ചു തരണം.
ഈ ഒരു കത്തിജ്വലിക്കുന്ന ഭയാനകതകൾ നിറഞ്ഞ നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളൊന്ന് പുറത്തെത്തിച്ചു തരണമെന്നും ആ വിഭാഗം ആളുകൾ പറയുമെന്നുള്ളതാണ്. ആ വിഭാഗക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഉറ്റാലോചിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാനുള്ള സമയമൊക്കെ കിട്ടിയിട്ടുണ്ട്. വജാഅകുമുന്നദിർ, നിങ്ങളിലേക്ക് ഒരു താക്കീതുകാരൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫദൂഖു ഫമാലിൽ ളാലിമീന മിൻ നസ്ർ. ആ വന്ന താക്കീതുകാരായിട്ടുള്ള പ്രവാചകന്മാരെ മുഴുവനും അധിക്ഷേപിച്ചുകൊണ്ട് മുഖവിലക്കെടുക്കാതെ തോന്നിയ പ്രകാരം ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫദൂഖു, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, ഫമാലിൽ ളാലിമീന മിൻ നസ്ർ, അക്രമകാരികളായിട്ടുള്ള ആളുകൾക്ക് ഒരു സഹായം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അഭ്യർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖവിലക്കെടുക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ താക്കീത് നൽകുകയാണ്. ജീവിതത്തിൽ ഞാനും നിങ്ങൾ എത്ര വർഷം ജീവിക്കുന്നോ, എവിടെയാണ് നമ്മുടെ ജീവിതം അവസാനിക്കാന്നോ, 80 വയസ്സ് വരെ ഉറപ്പായിട്ടും ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ 90 വയസ്സ് വരെ ഉറപ്പായിട്ടും ഞാൻ ജീവിക്കും എന്നുള്ളൊരു ഉറപ്പൊന്നും ഒരു മനുഷ്യനും റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. റബ്ബേ, നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ദിവസം, ഒരു 120 ദിവസം പ്രായമാകുമ്പം റബ്ബ് തീരുമാനിച്ച പ്രകാരം ഞാനും നിങ്ങളും മരണപ്പെടേണ്ടുന്ന ദിവസം മരിക്കുക തന്നെ ചെയ്യും. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു തരത്തിലുള്ള പിന്തിപ്പുകളും ഒരു മനുഷ്യനും കൊടുക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസങ്ങളും, നമ്മൾ ജീവിക്കുന്ന ഓരോ സമയങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വിജയിക്കാനുള്ള, പാരത്രിക ലോകം ഭാസുരമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ട് ദുനിയാവിനെ ക്രമീകരിക്കുവാനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടത്. അങ്ങനെ ഒരു ജീവിതം നയിച്ച് റബ്ബിന് ഇഷ്ടപ്പെടുന്ന, റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് പഠിപ്പിച്ചു തന്ന പോലെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ പോലെ, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ ബിഖൽബി ബശരിൻ, ഒരു മനുഷ്യ മനസ്സിനും വിഭാവനം ചെയ്തെടുക്കാൻ സാധിക്കാത്ത സുഗാഡംബരങ്ങളുടെ പറുദീസയായ സ്വർഗത്തെ പ്രതീക്ഷിക്കുക, പ്രയത്നിക്കുക, അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ രോഗം കൊണ്ടും മറ്റുമെല്ലാം കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കുകയും അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربيانا صغيرا، رب ارحمهما كما ربيانا صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.